ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. ഇന്ന് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക്. സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 എന്ന പുസ്തകം രചിച്ചതാരാണ്? വില്യം ഫോസ്റ്റർ. വില്യം ഫോസ്റ്റർ. ഏതാണ്? സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വില്യം ഫോസ്റ്റർ. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. എന്താണ്? ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്ന പൊതു സന്ദേശം പ്രചരിപ്പിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്ന പൊതു സന്ദേശം പ്രചരിപ്പിച്ചത് രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4 പേരുടെ കാര്യം പറഞ്ഞു, അതൊന്നുകൂടി നോക്കാം. സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 എന്ന പുസ്തകം രചിച്ചത് വില്യം ഫോസ്റ്റർ ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്ന പൊതു സന്ദേശം പ്രചരിപ്പിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. ഇനി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാരാണ്? അത് സ്വാമി ദയാനന്ദ സരസ്വതി. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. അടുത്ത ചോദ്യം, ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ഇത് ആരുടെ വാക്കുകളാണ്? ബഹദൂർ ഷാ സഫർ. അപ്പോൾ എന്താണ് ആ സെന്റൻസ്? ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ബഹദൂർ ഷാ സഫറിന്റെ വാക്കുകളാണ്. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് വിവേകാനന്ദൻ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് വിവേകാനന്ദൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാരാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിത രമാബായി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിത രമാബായി. ഇനി
മഹത്തായ രണ്ടു വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. മഹത്തായ രണ്ടു വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സത്യശോധക സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെ. സത്യശോധക സമാജ് എന്ന സംഘടന ആരാണ് സ്ഥാപിച്ചത്? ജ്യോതിറാവു ഫുലെ. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? സൂറത്താണ്. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്ന സ്ഥലമാണ് സൂറത്ത്. ഇനി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇത് ആരുടെ വാക്കുകളാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ എന്താണ് ആ സെൻറ്റൻസ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ആരുടെ വാക്കുകളാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകൾ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകൾ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലമാണ് ധാക്ക. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്ക. ഇനി സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 1. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ. 2. ആര്യ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. 3. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്: ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ, ആര്യ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരൊക്കെ? ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, മുഹമ്മദ് ഇക്ബാൽ, അൽതാഫ് ഹുസൈൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട 3 പ്രസ്താവനകളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരാണ്. അധ്യക്ഷത വഹിച്ചത് WC ബാനർജി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 ഡിസംബർ 28. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരാണ്. അധ്യക്ഷത വഹിച്ചത് WC ബാനർജി. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? WC ബാനർജിയാണ്. എന്താണ്? ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? WC ബാനർജി. മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത. മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായി. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായി. ഇനി ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ലോകമാന്യ എന്നറിയപ്പെട്ടിരുന്നു. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ്. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു.
അപ്പോൾ ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ്, ലോകമാന്യ എന്നറിയപ്പെടുന്നു, മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ എത്ര ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു? 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. എന്താണ്? സ്വാതന്ത്ര്യം ജന്മാവകാശമാണ്, അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ബംഗാളിനെ 2ആയി വിഭജിച്ച വർഷം ഏതാണ്? 1905. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇത് ആരുടെ വാക്കുകളാണ്? റിസ്ലെ. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇത് ആരുടെ വാക്കുകളാണ്? റിസ്ലെ. ഇനി ചോർച്ച സിദ്ധാന്തത്തെ പറ്റി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. ഇതാണ് എന്തിൽ പറയുന്നത്? ചോർച്ച സിദ്ധാന്തത്തിൽ പറയുന്നത്. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞു. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽത്താഫ് ഹുസൈൻ. ഇനി സർവേ ഇന്ത്യ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടന. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളാൻ നേതൃത്വം നൽകിയവരാണ് ആഗാഖാൻ, നവാബ് സലീമുള്ള ഖാൻ. ഇനി സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് എവിടെയാണ്? 1906 ധാക്കയിൽ. എവിടെയാണ്? 1906 ധാക്കയിൽ. അപ്പോൾ സർവേ ഇന്ത്യ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്തൊക്കെയാണ്? ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടനയാണ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളാൻ നേതൃത്വം നൽകിയവരാരൊക്കെയാണ്? ആഗാഖാൻ, നവാബ് സലീമുള്ള ഖാൻ. ഇനി രൂപം കൊണ്ടത് എവിടെയാണ്? ധാക്കയിലാണ്, 1906. ഐറിഷ് വനിതയായ ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷമാണ് 1893. ഐറിഷ് വനിതയായ ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷമാണ് 1893. ഇനി ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 1-ാം ലോക യുദ്ധസമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തി. ഇനി ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയവരാരൊക്കെയാണ്? ആനി ബെസന്റും ബാലഗംഗാധര തിലകും. ആരംഭിച്ച വർഷം 1916. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. നേതൃത്വം നൽകിയവർ ആനി ബെസന്റും ബാലഗംഗാധര തിലകും. 1-ാം ലോക യുദ്ധസമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തി. ഇനി മിതവാദ ദേശീയതയുടെ കാലഘട്ടം എപ്പോഴാണ്? 1885 മുതൽ 1905 വരെ. മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെ. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? റിസ്ലെ ആയിരുന്നു. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി റിസ്ലെ ആയിരുന്നു. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ഇനി ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ലക്നൗ സമ്മേളനം നടന്ന വർഷം 1916. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. സർവേ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ INC തീരുമാനിച്ച സമ്മേളനം. ഓക്കെ, അപ്പോൾ 1916 ലക്നൗ സമ്മേളനം നടന്ന വർഷം. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം. സർവേ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ INC തീരുമാനിച്ച സമ്മേളനം. ഇതൊക്കെയാണ് ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. അടുത്ത ചോദ്യം,
വിവേകാനന്ദൻ തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്ഥാപിച്ച സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷൻ. എന്താണ്? വിവേകാനന്ദൻ തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഇനി ഇന്ത്യയെ കണ്ടെത്തൽ അത് ആരുടേതാണ്? നെഹ്റുവിൻ്റെയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റുവിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.